ജീവിതം നമുക്ക് നൽകുന്ന പുതിയൊരു അവസരമാണ്. പുതിയത് പഠിക്കാനും പുതിയതായി ചിന്തിക്കാനും ഇന്നത്തേക്കാൾ അല്പം കൂടി നല്ല മനുഷ്യരാകാനും. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഈ പ്രഭാതം നിങ്ങളുടെ മനസ്സിൽ സമാധാനവും ചിന്തകളിൽ വ്യക്തതയും ജീവിതത്തിൽ ആരോഗ്യവും നിറയ്ക്കട്ടെ. 300 എന്ന എപ്പിസോഡിന്റെ പടിവാതിൽ നിൽക്കുമ്പോൾ സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ സിജി എല്ലാ ദിവസവും നടത്തിവരുന്ന ഡിവിഷന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുകയാണ്. ഭക്ഷണം വയറു നിറയ്ക്കുക മാത്രമല്ല, അത് ജീവിതത്തെ പോഷിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ആദ്യ ഭാഷ കൂടിയാണ്. ഈ വിഷയത്തെക്കുറിച്ച്, ന്യൂട്രി ഹോം എന്ന വിഷയത്തെ കുറിച്ച് നമ്മോടൊപ്പം സംവദിക്കാൻ എത്തുന്ന നമ്മുടെ ആദരണീയായ അതിഥി മാഹിദ പി മാമിനെ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. MSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജിയിലും യോഗ്യത നേടിയ അവർ വനിതാ ശിശു വികസന വകുപ്പിൽ ICDS സൂപ്പർവൈസർ ആയി സേവനമനുഷ്ഠിച്ചു വരികയാണ്. പോഷകാഹാരത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ അറിവും കൗൺസിലിംഗിലെ മാനുഷിക സമീപനവും ഒരുമിക്കുന്ന അവരുടെ അനുഭവങ്ങൾ ഇന്നത്തെ പ്രഭാതത്തെ കൂടുതൽ അർത്ഥവത്താക്കുമെന്നതിൽ സംശയമില്ല. ഈ സന്ദർഭത്തിൽ ഹിപ്പോക്രറ്റീസിന്റെ പ്രസിദ്ധമായ വാക്കുകൾ നമുക്ക് ഓർക്കാം. ലെറ്റ് ഫുഡ് ബി ദ മെഡിസിൻ ആൻഡ് മെഡിസിൻ ബി ദ ഫുഡ്. ഭക്ഷണം തന്നെയാകട്ടെ നിന്റെ ഔഷധം, ഔഷധം തന്നെയാകട്ടെ നിന്റെ ഭക്ഷണം. ന്യൂട്രിഹോം എങ്ങനെ രൂപപ്പെടുത്താം? കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഓരോ ചെറിയ ഭക്ഷണശീലങ്ങളും എത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നതിനെ കുറിച്ചുള്ള അറിവിന്റെ മനോഹരമായ യാത്രയിലേക്ക് മാമിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ പ്രോഗ്രാമിനെ ഇത്രയും മനോഹരമായി ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന ന്യൂസിയ മാം, ടീം ഇൻചാർജിലുള്ള ഷമീമ മാം, നമ്മുടെ ഡിവിഷൻ ടീം കൂടെ ഈ പ്രഭാതത്തെ ഇത്രയും മനോഹരമാക്കി ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പങ്കാളികൾ, പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും സ്വാഗതം, ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓവർ ടു യു മാം. ക്ലാസ്സിലേക്ക് കയറാണോ അതോ സ്റ്റാർട്ട് ചെയ്തോളൂ? സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അതെ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നമ്മുടെ ഇന്നത്തെ എൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് ഫാമിലി വെൽക്കം. നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മൾ ന്യൂട്രി ഹോം അതായത് നമ്മളുടെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, തികച്ചും അതന്നെയാണ് ഉള്ളത്. അതിനു മുമ്പായിട്ട് ഞാൻ വനിതാ ശിശു വികസന വകുപ്പിലെ ഒരു ICDS സൂപ്പർവൈസറാണ്. വനിതാ വികസന വകുപ്പിൽ തന്നെ ICDS എന്ന് പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് തന്നെ അതില് നമുക്ക് ഏറ്റവും കുറച്ചും കൂടിയും ഞങ്ങൾക്ക് ഒന്നും കൂടിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് ആയ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അങ്കണവാടികളാണ്. അങ്കണവാടികൾ വഴി നമ്മൾ എന്ത് ചെയ്യാണ്, അങ്കണവാടികളുടെ വിവിധ സേവനങ്ങളിൽ പിന്നെ ഒരു സേവനമാണ് നമ്മുടെ പോഷകാഹാരം. ആ പോഷകാഹാര വിതരണം എന്നതാണ് ഈ ഒരു മേഖലയും കൂടി ഈ ഒരു ICDSൽ അങ്കണവാടി വഴിയുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ICDS സൂപ്പർവൈസറാണ് ഞാൻ. എന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. മഞ്ചേരിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരക്കാവിനൂർ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് ഏകദേശം 38ഓളം അംഗൻവാടി ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ സർവീസ് വരുന്നത്, ഗവൺമെന്റ് സർവീസിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഭക്ഷണം ന്യൂട്രി ഹോം എന്ന ഒരു ഇതിലേക്ക് ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ കയറുകയാണ്. നമുക്കറിയാം, ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു അല്ലെങ്കിൽ ആഹാരം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളുടെ ഒരു കൾച്ചറിന്റെയും സൊസൈറ്റിയുടെയും ഒരു ഭാഗമായി കഴിയുന്ന ഒരു സാധനമാണ് ഭക്ഷണം അല്ലെങ്കിൽ ആഹാരം. കാരണം ഇതില് നമ്മളൊരു വീട്ടിലേക്ക് ഒരാൾ വന്നാൽ നമ്മൾ എന്താ പറയാ, ഒരു ആതിഥേയത്വം കാണിക്കുന്ന പോലും നമ്മള് ഫുഡിലൂടെ അല്ലെ. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി വന്നാൽ ഒരു ഗ്ലാസ് ചായ കൊടുക്കുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മള് സത്യത്തിൽ ജനനം മുതൽ മരണം വരെ അതിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഫുഡിലൂടെയാണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മധുരം കൊടുക്കുന്നു, എന്തിനു പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമായിട്ടാണെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുന്നു.
അതൊരു പുണ്യപ്രവൃത്തി പോലെയാണ് പലപ്പോഴും ഭക്ഷണം. കാരണം നമ്മളുടെ ഒരു എന്താണ് ബേസിക് നീഡ്സിൽ പെട്ടതാണ് സത്യത്തിൽ ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ ആ ആഹാരമാണ് നമ്മൾ ജനനം മുതൽ മരണം വരെ നമ്മള് സത്യത്തിൽ നമ്മൾക്ക് കഴിക്കുന്ന ശരീരത്തിന്റെ ആവശ്യകതയ്ക്ക് അപ്പുറം നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ കൊടുത്തു പോകുന്നുണ്ട്. കൊടുത്തു പോകും മാത്രമല്ല, നമ്മൾ കഴിച്ചും പോകുന്നു. അപ്പൊ നമ്മൾ നമ്മളെ അറിഞ്ഞിട്ട് വേണം സത്യം പറഞ്ഞാല് ആഹാരം കഴിക്കേണ്ടത്. അപ്പൊ അതേക്കുറിച്ചാണ് ഞാൻ ആ ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് നമ്മളുടെ ആഹാര രീതി അല്ലെങ്കിൽ ഭക്ഷണ രീതിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അറിയാം, ഒരു ഭക്ഷണം ഞാൻ പറഞ്ഞു ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ആഹാരത്തിനോട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിനെ സ്വീകാര്യമായിട്ടാണ് എല്ലാവരും അതിനെ എടുത്തിട്ടുള്ളത്. സമൂഹം നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളെ കൾച്ചർ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ആഹാരത്തിന്റെ ആവശ്യകത, സത്യത്തിൽ ആഹാരത്തിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാല് ശാരീരിക വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കാൻ, നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മളെ എല്ലാ പിന്നെ നാഡീനരമ്പുകളും നമ്മളുടെ പ്രവർത്തനം, ഹാർട്ട്, ഈ വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി എല്ലാ വർക്കിനൊക്കെ നമുക്ക് എന്താണ് ആഹാരം, നമുക്ക് അതിന്റെ ഊർജവും വേണം. അതേപോലെ തന്നെ നമുക്ക് രോഗപ്രതിരോധന ശേഷി തരുന്നത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മറ്റു രോഗങ്ങളിൽ നിന്ന് രോഗപ്രതിരോധ ശേഷി തരുന്നതും നമുക്ക് ആഹാരത്തിലൂടെയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ആഹാരത്തിന്റെ ഭാഗമായിട്ട് തലച്ചോറിന്റെ തലച്ചോറിലേക്ക് പ്രവർത്തനം സുഗമമായി നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആഹാരത്തിലെ ഗ്ലൂക്കോസ് കണ്ടന്റ് തലച്ചോറിലേക്ക് ക്രമമായി ആവശ്യമായ രീതിയിൽ കയറിയാലേ നമുക്ക് തലച്ചോറിന്റെ പ്രവർത്തനം നടക്കാൻ കഴിയുള്ളൂ. ആ തലച്ചോറിന്റെ പ്രവർത്തനം സുഗമമായി നടന്നാലേ നമ്മളെ ചിന്തകള്, നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു മാനുവലി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോ ചുരുക്കം പറഞ്ഞാൽ ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് നല്ലൊരു ആഹാരത്തിന്റെ ക്രമീകരണം വന്നാലേ നമ്മളുടെ പ്രവർത്തനങ്ങളിലും അത് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ അതിന്റെ ഓരോ നാഡീകോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യണം, ആഹാരത്തിന്. ഈ ആഹാരത്തിന്റെ വേണമെന്ന് പറഞ്ഞാൽ ആഹാരത്തിൽ അടങ്ങിയ ന്യൂട്രിയൻസ് ആണ്. നമ്മള് കോമൺ ആയിട്ട് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പോഷക ഘടകങ്ങളാണ്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പിന്നെ വൈറ്റമിൻസ് ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അതുപോലെ തന്നെ വെള്ളം, ഫൈബർ, ഇതൊക്കെ അടങ്ങിയ ഒരു ആഹാരമായിരിക്കണം നമ്മൾ. അപ്പൊ കഴിക്കുന്ന നമ്മളെ ഭക്ഷണത്തിൽ വെക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഇതിന് ഓരോ കാരണം നമ്മൾ കഴിക്കുന്ന ഘടകം, നമുക്ക് പ്ലേറ്റിലെടുത്ത ചോറാണ്, കറിയാണ് എന്നൊക്കെയാണ് നമ്മളുടെ ഒരു ധാരണ. ചോറാണ്, കറിയാണ്, അത് ഉപ്പേരിയാണ്, അത് മീനാണ്, അല്ലെങ്കിൽ ചിക്കനാണ്, അല്ലെങ്കിൽ അതിന്റെ സൈഡ് ഡിഷുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ സത്യത്തിൽ ഡിഷുകളല്ല, അതിനെ ന്യൂട്രിയൻസ് ആയി കാണണം. ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ്, അങ്ങനെ അറിഞ്ഞു കഴിക്കണം. അറിഞ്ഞു കഴിക്കുമ്പോഴേ നമ്മളെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ, ആവശ്യമായ ഘടകങ്ങൾ, അതായത് ഈ പോഷകങ്ങൾ ആവശ്യമായ രീതിയിൽ, ആവശ്യമായ അളവിൽ, എല്ലാ പോഷകത്തിനും ഒരേ അളവിലല്ല നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ അളവിൽ ചെന്നാൽ മാത്രമേ അതൊരു സമീകൃത ആഹാരമാവൂ. ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു, പിന്നെ കാർബോഹൈഡ്രേറ്റ്, നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മെയിൻ സോഴ്സ് പലപ്പോഴും കാർബോഹൈഡ്രേറ്റ് ആണ്. അത് നമുക്ക് നമ്മുടെ ആ ദിവസം ഫുള്ളും നമുക്ക് വേണ്ട ആവശ്യമായ ഊർജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജം ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ധാന്യങ്ങൾ, മെയിനായിട്ട് ധാന്യങ്ങൾ, അതായത് അരി, ഗോതമ്പ്, റാഗി, ബജ്റ, അങ്ങനത്തെ ധാന്യങ്ങൾ, അതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതോടൊപ്പം തന്നെ പയറുവർഗ്ഗങ്ങളിലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പ്രോട്ടീൻ.
പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പയറുവർഗ്ഗങ്ങളിലും ഒക്കെ പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ ചിക്കന്, ഇതിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങളാണ്. സോയാബീന്, ചെറുപയറ്, പിന്നെ നിലക്കടല, വൻപയറ്, അത് പിന്നെ ചിക്കൻ, മീന്, പാല്, മുട്ട, ഇതൊക്കെ പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങളാണ്. അപ്പൊ അത്തരം സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ വിശദീകരിച്ചൊന്നും കൂടി പറയാം. അപ്പൊ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീന് വേണം. മൂന്നാമത്തെ സംഭവം എന്ന് വെച്ചാല് പിന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. നമ്മളെ ശരീരത്തിന്റെ രോഗപ്രതിരോധന ശേഷി കൂട്ടുന്നതും നമ്മളെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഒക്കെ എന്താണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മള് പച്ചക്കറികളിലാണ്. ഇലക്കറികളിലും സാധാ പച്ചക്കറികളും അതേപോലെ തന്നെ പാല്, മുട്ട, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് ഫാറ്റ്. നമ്മളുടെ ശരീരത്തിന്റെ ഒരു എനർജി സോഴ്സും കൂടിയാണ്. നമ്മളെ ഫാറ്റ് വരുന്നത് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മളെ ടെമ്പറേച്ചർ നോർമൽ ആക്കിയിരിക്കാനും നമ്മളെ ശരീരത്തിന് ഒരു സ്റ്റോറേജ്, എനർജിയുടെ സ്റ്റോറേജ് ആയിട്ടും കൂടിയാണ് നമ്മൾ ഫാറ്റിനെ കണക്കാക്കുന്നത്. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ അളവിലാണ് കാര്യം. എത്രത്തോളം അളവാണ് നാം കഴിക്കുന്നത് അതിലാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഫാറ്റ് എസെൻഷ്യൽ കാര്യമാണ്, പക്ഷെ ഫാറ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എഫക്റ്റിലേക്ക് പോകും. പിന്നെ ലാസ്റ്റ് വരുന്നത് വാട്ടർ ആൻഡ് ഫൈബർ. നമ്മുടെ ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിന്റെ മൂവ്മെന്റിന്, എല്ലാ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് വാട്ടർ, വെള്ളത്തിന്റെ ഘടകം എസെൻഷ്യൽ ആണ്. അതോടൊപ്പം തന്നെ ഫൈബർ. സത്യത്തിൽ ഇത് നമ്മുടെ ശരീരത്തെ ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമാണ്. എസെൻഷ്യൽ ആയിട്ടാണ് വാട്ടർ. ഈ 5 ഘടകങ്ങൾ, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് വാട്ടർ ആൻഡ് ഫൈബർ, ഈ ഫാക്ടേഴ്സ് അടങ്ങിയതായിരിക്കണം നമ്മുടെ ഭക്ഷണം. അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഭക്ഷണം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഘടകങ്ങൾ, അത് ആവശ്യമായ അളവ് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലേറ്റ് ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബാലൻസ്ഡ്, നമ്മൾ എന്താണ് മൈ പ്ലേറ്റ് കൺസെപ്റ്റ് എന്ന് പറയും. ഇപ്പോ എന്താണ് നമ്മൾ ഇപ്പത്തെ ഡെവലപ്പ് ചെയ്ത് ഫോളോ ചെയ്തിരുന്ന മൈ പ്ലേറ്റ് കൺസെപ്റ്റ് ആണ്. അത് നമ്മളൊരു പ്ലേറ്റിനെ ഒരു 100% എന്നുള്ള 100% പ്ലേറ്റിനെ നമ്മളൊന്ന് നടുകെ മുറിച്ച് 4 പീസാക്കി ഒരു പോർഷൻ ആക്കി എടുത്താൽ അതിലെ ഒരു 25% നമ്മൾ ധാന്യങ്ങളായിട്ടുള്ള, അതായത് ഊർജമായിട്ടുള്ള, എന്താ വെച്ചാൽ ഇപ്പൊ ചോറോ റാഗി, ചപ്പാത്തി, അതിന് 25% നമുക്ക് എടുക്കാൻ പാടും ഉള്ളത്. ബാക്കി നമ്മൾ 25% നമ്മൾ പ്രോട്ടീന് എന്തെങ്കിലും അടങ്ങിയ പയറുവർഗ്ഗങ്ങള്, പിന്നെ എന്താണ് ചിക്കൻ, ഒരു 100 ഗ്രാം ചിക്കൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് ആ പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങളോടുള്ള കഴിവുകൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ ബാക്കി വരുന്ന ഹാഫില് 35% വെജിറ്റബിൾസ്, അത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കുറച്ചും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഉള്ളത്. ബാക്കി വെജിറ്റബിൾസിന്റെ എന്തെങ്കിലും അവിയലായിട്ടും തോരനായിട്ടും എങ്ങനെ വെച്ചാലും അതിൽ ഉപയോഗിക്കാം ഉള്ളത്. അപ്പൊ ഏകദേശം 35%, നമ്മൾ ഹാഫ് പോർഷൻ 35% നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ഇൻക്ലൂഡിങ് ഗ്രീൻ ലീഫി, അത് ഇലക്കറികളാണ്. ബാക്കി നമ്മൾ 15% ഒരു ഫ്രൂട്ടിന്റെ ഒരു കണ്ടന്റ് കൂടി അതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. കൺസെപ്റ്റിൽ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് വരും. പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പിന്നെ മോരോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മിൽക്കിന്റെ ഒരു പ്രൊഡക്റ്റും കൂടി വന്നാൽ സത്യത്തിൽ ആ ഒരു വാട്ടർ കണ്ടന്റും കൂടി അതിലെത്തും. അപ്പൊ അത്തരത്തിലായിരിക്കണം നമ്മളുടെ ഭക്ഷണം കഴിക്കേണ്ടത്. ഇനി ഈ കഴിക്കേണ്ട നമ്മൾ ഈ വീടുകളില് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഭക്ഷണം എങ്ങനെയാണ്, ഈ ഒരു തരത്തിലായിരിക്കണം നമ്മൾ ഭക്ഷണം. ഇനി എങ്ങനെയാണ് വീടുകളിൽ ഭക്ഷണം നമ്മൾ സമീകൃതമാക്കാം എന്നുള്ളത് നമുക്കറിയാം. വീടുകളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് ഭക്ഷണം ഓൾറെഡി സത്യത്തിൽ ഈ ഭക്ഷണത്തിനെ നമ്മൾ ഓടിച്ചെന്ന് കഴിക്കല്ല. നമ്മളുടെ ഒരു കൺസെപ്റ്റ് ചെയ്ത് നമ്മൾ ഭയങ്കര പ്ലാനിങ് ഉള്ള ആളുകൾ തലേന്ന് തന്നെ
ഈ സ്ത്രീകളാണ് പൊതുവെ അതെന്താ വെച്ചാൽ പ്ലാൻ ചെയ്യൽ മിടുക്കര്. കാരണം നാളെ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് സത്യത്തിൽ ഈ 2 ദിവസം മുമ്പേ ഇവർ പ്ലാൻഡ് ആണ്. ആ പ്ലാന് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ പ്രോട്ടീന്റെ കണ്ടന്റ് കൂട്ടി കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കുറച്ച് ആ ഒരു ലെവലിൽ ഇതിനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ആരോഗ്യം എന്നത് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു സിമ്പിൾ വേ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യേണ്ടത്? അപ്പൊ ഭക്ഷണത്തിൽ മെയിൻ ആയിട്ടുള്ളത്, നമ്മളിപ്പോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ബ്രേക്ക്ഫാസ്റ്റിലാണ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ പ്രോട്ടീൻ കണ്ടന്റിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അല്ലെങ്കിൽ പ്രോട്ടീനും ധാന്യവും ഒരേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന പിന്നെ എനർജിയും പ്രോട്ടീനിൽ നിന്ന് കിട്ടുന്ന എനർജിയും സത്യത്തിൽ ഒരേ എനർജിയാണ്. 1 ഗ്രാം പ്രോട്ടീനും 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്നും കിട്ടുന്നത് 4 കലോറിയാണ് ഉള്ളത്. അപ്പൊ അത് രണ്ടും ഒരേപോലെയാണ് യൂസ് ചെയ്തത്. അപ്പൊ അതായത് നമ്മളുടെ ഒരു ശീലം എന്താ വെച്ചാൽ അതായത് ധാന്യങ്ങൾ, അരി, ഗോതമ്പ് എന്നിവ കൂട്ടിയെടുക്കുന്ന ശീലമാണ്. അത് കുറച്ചിട്ട് അതിലേക്ക് പ്രോട്ടീൻ ഇടുക. സത്യം പറഞ്ഞാൽ പിന്നെ പണ്ടുള്ള കാലങ്ങളിൽ ഈ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ഫോളോ ചെയ്തു പോകുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഇപ്പൊ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളെ പുട്ടും കടലയും ശരിക്കും അതൊരു എന്താ പറയാ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കോമ്പിനേഷൻ ആണ്. ശരിക്കും പറയാം പുട്ടിന്റെ കൂടെ കടലക്കറി കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് എന്താണ് ഇതിന്റെ ഇഡ്ഡലി ദോശയൊക്കെ നമുക്ക് അറിയാം, ഉഴുന്ന് അതിൽ ചേർക്കുന്നുണ്ട് ഏത് അരിയുടെ കൂടെ. അപ്പോൾ അത് ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. അതിലേക്ക് സാമ്പാറും കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതൊരു സമീകൃത ആഹാരമായിട്ട് വരികയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം വരുന്നത്. പക്ഷെ അത് നമ്മളെ ഫാസ്റ്റ് ഫുഡിന്റെയോ എന്തിന്റെയോ ഒക്കെ കടന്നു കയറ്റം കൊണ്ടാണ് നമ്മൾ ഈ ശീലങ്ങൾ ഒഴിവാക്കി പോയത്. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒന്നും കൂടി അതിലേക്ക് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറയാണ്, പുട്ടിന്റെ കൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അരിപ്പൊടിക്ക് പകരം റാഗിയും കൂടി മിക്സ് ചെയ്യാനുള്ള ഒരു ഇത് തോന്നും. കാരണം റാഗിയിൽ വരുമ്പോൾ എന്താ വെച്ചാൽ കാൽഷ്യത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ അതില് പിന്നെ ഫൈബറിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ പറയുന്ന ആ എസെൻഷ്യൽ ന്യൂട്രിയൻസിൽ ആ ഒരു ഫൈബറും കൂടി നമുക്ക് അവിടെ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാൽഷ്യത്തിന്റെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഏകദേശം 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ തീർച്ചയായിട്ടും കാൽഷ്യത്തിന്റെ ഒരു ഇൻടേക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് നമ്മളത് കഴിക്കാം. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, പുട്ടിന്റെ കൂടെ ഈ റാഗിയുടെ ഒരു കണ്ടന്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വെക്കാം. ദോശയുടെ കൂടെ നമുക്ക് റാഗി ആഡ് ചെയ്യാൻ നോക്കാം ഉള്ളത്. അതേപോലെ നമ്മൾ പിന്നെ ചെറുപയർ ദോശകൾ ഇന്നിപ്പോ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി ഇഷ്ടം പോലെ ഇതിന്റെ വെറൈറ്റി സാധനങ്ങൾ വെക്കുക. ഒരു റെസിപ്പിയും ആർക്കും സ്വന്തമൊന്നല്ല. നമുക്ക് നമ്മളേതായ രീതിയിൽ പല പല റെസിപ്പീസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. അത് വേറൊന്നാണ്, നമ്മൾ ദോശന്റെ കൂടെ പൊതുവെ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് പിന്നെ എന്താണ് ഉഴുന്നാണ്. നമ്മളെ ദോശ ഇഡ്ലിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഉഴുന്നാണ്. ആ ഉഴുന്നിന് പകരം നമ്മളെ സോയാബീൻ കിട്ടും. ഇത് ഒറിജിനൽ സോയാബീൻ, ബോളല്ല, നമ്മളുടെ ചെറിയ വൻപയർ പോലത്തെ, പക്ഷെ അത് വെള്ളത്തിലിടണം ഇതാണ്. അപ്പൊ ആ സോയാബീന് അതില് ഉഴുന്നിന് കൂടെ സോയാബീനും കൂടി കിട്ടുക, അത്രയും പ്രോട്ടീന് കിട്ടുക. അതേപോലെ തന്നെയാണ് നമ്മൾ വെള്ളത്തിലിട്ട ചെറുപയറുകൊണ്ട് നമുക്ക് നല്ല സുന്ദരമായ ദോശകൾ ചുടാം. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ പ്രോട്ടീന്റെ കണ്ടന്റ് കൂട്ടുകയാണ്. പക്ഷെ അതേപോലെ റാഗിയുടെ അപ്പൊ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തന്നെ നമ്മൾ കഴിയുന്നതും എന്ത് ചെയ്യാണ്, കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കുറച്ച് പ്രോട്ടീന്റെ കണ്ടന്റും പിന്നെ വെജിറ്റബിൾസിന്റെ കണ്ടന്റും കൂട്ടുക. അതിൻ്റെ കൂടെ ഒരു മുട്ട അങ്ങനെ എന്തെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ആഹാരം സമീകൃതമാകും. ഇവിടെ റാഗിയുടെ ഉപയോഗം പറയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാം. നമുക്ക് ഏത് ഭക്ഷണം നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് ആണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളെ ശരീരം ആഗിരണം ചെയ്യുന്ന പോലെ ഇരിക്കും അതിന്റെ പോഷകാഹാരത്തിന്റെ നമ്മളുടെ ഇത്. ആഗിരണം ചെയ്തിട്ടില്ലെങ്കിൽ
അത് ബോഡി അബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് വേസ്റ്റ് ആയിപ്പോകും. അപ്പൊ അതില് ഈ റാഗിയുടെ റാഗി മീൻസ് കാൽസ്യത്തിന്റെ ഏറ്റവും ഒരു വില്ലെന്ന് പറയുന്ന ഒരു സംഭവമാണ് ചായ. എനിക്കറിയില്ല, എനിക്ക് വലിയ വിവരമൊന്നുമില്ല, എന്നാലും ആയുർവേദക്കാരൊക്കെ പറയില്ലേ വിരുദ്ധാഹാരം എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഞങ്ങൾ ഈ ഗർഭിണികൾക്ക്, അങ്കണവാടികളിൽ ഞങ്ങൾ ഗർഭിണികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ പൊതുവെ അവിടെ കാണുന്ന ഒരു ശീലാണ്, അത് നമ്മളുടെ ഒരു ശീലാണ്, ഈ പുട്ടിലേക്ക് കട്ടൻ ചായ ഒഴിച്ച് കണ്ട് കഴിക്കുന്ന ഒരു ശീലം അല്ലെ. നമ്മൾ ഈ റാഗിപ്പുട്ടൊക്കെ വെച്ച് എങ്ങനെ റാഗിപ്പുട്ട് കഴിച്ചു വെച്ചു സാറേ, അത് ഒരു ചായ ഒഴിച്ച്, കട്ടൻ ചായ പുട്ടിലേക്ക് ഒഴിച്ച്, എനിക്കറിയില്ല, നമ്മൾ പണ്ട് മുതലേ വന്നൊരു ശീലമായിരിക്കും, അങ്ങനെ വന്ന ശീലമായിരിക്കും. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ ആ ചായയിലുള്ള ടാനിന് എന്ത് ചെയ്യുന്നുണ്ട്, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ തടയുന്നുണ്ട്. അപ്പോ കഴിയുന്നതും ഈ ചായ പല പല മിനറൽസിനെയും അത് ആഗിരണത്തെ തടയുന്നുണ്ട്. അതുകൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന ശീലം അതൊരു ബിഹേവിയർ ആണ്, അതൊന്ന് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ചായ കുടിക്കാം, ചായ എന്ന് പറയുന്നത് കുടിക്കുന്നത് നമ്മളുടെ ഒരു ഒരു ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മളൊന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട്, നമ്മളെ ബ്രെയിനിനെ ഉണർത്താനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ചായ ഉള്ളത്. ആ ചായ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷണത്തിന്റെ 1 മണിക്കൂർ മുമ്പ് കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ ശേഷം കഴിക്കുക. ഈ കൂടെ ചായ കഴിക്കുക നമ്മളെ മലയാളികളുടെ ഒരു പ്രത്യേക ശീലമാണ്. ഒരു കുടം ചായ അവിടെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിലെ ചായയുടെ അളവ് കൂടെ കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. കാരണം നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആഗിരണം ചെയ്യാനുണ്ടെങ്കിൽ അത് തടയുന്ന ഒരു സാധനമാണ് ഈ ചായ. അതേസമയം ഈ ആഗിരണത്തിന്റെ റേറ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ സി അടങ്ങിയത്. അതായത് പുളി അടങ്ങിയ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, നാരങ്ങ, അതേ ആപ്പിൾ അല്ല, പിന്നെ വൈറ്റമിൻ സി അടങ്ങിയത്, പുളി അടങ്ങിയത്. നേരെ മറിച്ച് ഈ റാഗി കഴിക്കുന്ന ഒരു ഫുഡിന്റെ കൂടെ ഒരു നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിലോ നമ്മൾ ഇതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് കൂടുകയും ചെയ്യും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ അത് കഴിച്ചിരിക്കുന്നു ഇത് കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല, ഓരോരുത്തരുടെ ശരീരത്തിലും അത് അബ്സോർബ് ചെയ്യുന്ന അളവിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ നമ്മൾ കൂടെ കഴിക്കുന്നത് എന്താണ്, ആ കോമ്പിനേഷൻ എന്നും കൂടി മനസ്സിലാക്കി കഴിച്ചാലേ നമുക്ക് ആ ഭക്ഷണത്തിന്റെ അളവ് അറിയും. അപ്പോ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിന്റെ അളവിൽ കുറച്ച് പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതോടൊപ്പം തന്നെ വെജിറ്റബിൾസും എന്തെങ്കിലും ഫ്രൂട്ട്സും ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ചായയുടെ ഉപയോഗം ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കുന്ന ശീലം നമുക്ക് ഒഴിവാക്കും. അതോടൊപ്പം തന്നെ ഷുഗറിന്റെ ലെവൽ, ഷുഗർ എന്ന് പറയുന്നതും അതും ഒരു ബിഹേവിയർ പ്രോബ്ലം ആണ്. സത്യത്തിൽ ഷുഗർ പഞ്ചസാര ഇല്ലാതെ എങ്ങനെ ചായ കുടിക്കുക എന്നറിയും. തീർച്ചയായിട്ടും കുടിക്കുക. നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ പഞ്ചസാര ഇടാതെ ചായ കുടിക്കാൻ നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, പിന്നെ 8ാമത്തെ ദിവസം നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട ചായ കുടിക്കാൻ കഴിയില്ല, അസ്വസ്ഥത തോന്നും. പഞ്ചസാര ഇടാതെ നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ, പഞ്ചസാര ഇട്ട അല്ലെങ്കിൽ ഒരു മധുരത്തിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെക്കൂടി ഒരു അസ്വസ്ഥത തോന്നും. അപ്പൊ അതൊരു ബിഹേവിയർ ആണ്. നമ്മൾ പഞ്ചസാരയുള്ള ചായ കഴിക്കുക എന്നുള്ളത്, പഞ്ചസാരയുടെ യൂസേജും. അപ്പൊ കഴിയുന്നതും എന്ത് ചെയ്യാം, നമ്മൾ പഞ്ചസാരയുടെ യൂസേജ് കുറക്കുക. അതുപോലെ തന്നെ ഫാറ്റ് ആൻഡ് ഓയിൽസിന്റെ നമ്മൾ കുക്കിംഗ് മെത്തേഡുകൾ, സ്റ്റീം ആയിട്ടുള്ള മെത്തേഡുകളോ കാര്യങ്ങളോ, ഫാറ്റ് ആൻഡ് ഓയിൽസ് നമുക്ക് എസെൻഷ്യൽ ആണ്. പക്ഷെ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഓൾറെഡി ഇൻവിസിബിൾ ആയിട്ട് ഇൻക്ലൂഡഡ് ആണ്. പല ഫാറ്റുകളും ഇൻവിസിബിൾ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഫാറ്റ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എക്സ്ട്രാ നമ്മളൊരു ഫാറ്റ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ആ കറികളും മറ്റും സീസണൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി ഫാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് ആൻഡ് ഡീപ്പ് ഫ്രൈ ഓയിലുകൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കാം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ഇതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ലഞ്ചിലും കഴിക്കുമ്പോഴും നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ മൈ പ്ലേറ്റ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് കറികൾ വിളമ്പുമ്പോൾ അത് ചോറാണ്, അത് സാമ്പാറാണ്, കറികളാണ്, ഇന്നതാണെന്ന് കാണുന്നതിന് പകരം അത് ന്യൂട്രിയൻസ് ഏതാണെന്ന് കണക്കാക്കിയിട്ട് നമ്മൾ കറികളെ കാണാൻ പഠിച്ചത്. ആ ഒരു ലെവലിൽ നമ്മൾ വിളമ്പുമ്പോൾ നമ്മളുടെ പ്ലേറ്റ്, നാം കഴിക്കുന്ന പ്ലേറ്റ് ഹെൽത്തി ആവും.
ഇതുപോലെ ആയിരിക്കണം വീട്ടിൽ ഓരോരുത്തർക്കും വിളമ്പി കൊടുക്കുമ്പോൾ. നാം കഴിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞു കഴിച്ചാൽ നമുക്ക് എന്താ പറയാ ആരോഗ്യം എന്ന നമ്മൾ ആഹാരമാണ്. പിന്നെ ഏറ്റവും മെയിന് നമ്മൾ എക്സസൈസ് എടുത്ത് നമ്മൾ ജിം പോയാൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിൽ 80% കിടക്കുന്നത് നമ്മൾ ആഹാരത്തിന്റെ, നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൺട്രോളാണ്. 20% നമുക്ക് അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി എക്സസൈസ് എങ്കിലേ ഒരു കംപ്ലീറ്റ്ലി ഒരു ഹെൽത്തി ഹാബിറ്റ്. നമ്മൾ കുറേ എക്സസൈസ് ചെയ്യുക, പിന്നെ ആവശ്യമായ ന്യൂട്രിയൻസ് ശരീരത്തിൽ കയറിയിട്ടില്ലെങ്കിൽ അതൊരു ഹെൽത്തി ബോഡി ആവില്ല. എന്തെങ്കിലും ഇഞ്ചുറീസ് അവിടെ വരും. കാരണം നമ്മളെ കാൽഷ്യത്തിന്റെ അളവ്, കാൽഷ്യമൊക്കെയാണ് നമ്മളെ ബോണിനെയും ഇതിനും മസിൽസിനെയും ഒക്കെ ആക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു ഇഞ്ചുറീസ് അവിടെ തീർച്ചയായിട്ടും വരും. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ ശരീരത്തിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു നാളത്തെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു പ്ലാനിങ് ഉണ്ടായാൽ മതി. നമുക്ക് നമ്മളുടെ നമുക്ക് ആരോഗ്യം നമ്മളെ വീടുകളിൽ തന്നെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കും. കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ മാത്രമല്ല, പ്രായത്തിന്റെ ജെൻഡർ വ്യത്യാസമുള്ള ആളുകളുണ്ട്, ഏജ് വ്യത്യാസമുള്ള ആളുകൾ, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. അവർക്കൊക്കെ അനുസരിച്ച് ആ ന്യൂട്രിയൻസിന്റെ കണ്ടന്റിന് അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ എസെൻഷ്യലായ ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്, വാട്ടർ, ഈ എസെൻഷ്യൽ കണ്ടന്റ് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന ഉറപ്പ് വേണം നമ്മൾ ഭക്ഷണത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് കൈ വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിളമ്പി കൊടുക്കുമ്പോൾ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലായിരിക്കണം നമ്മളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളുള്ളത്. വളരെ വലിയൊരു ടോപ്പിക്കാണ്. വളരെ ചെറിയൊരു സമയത്ത് ഞാൻ പറയാൻ എന്നിലേക്ക് വന്നത്. പിന്നെ അതേപോലെ തന്നെ മിനറൽസിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ചില മിനറൽസ് എസെൻഷ്യൽ ആണ്. എസ്പെഷ്യലി സ്ത്രീകളെയാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് പിന്നെ മെൻസസ് ആകുമ്പോൾ ഒരുപാട് ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ പോകുമ്പോൾ കാൽഷ്യത്തിന്റെ ലെവല് പലപ്പോഴും നമ്മളെ ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ മതി നമ്മളെ ബോണിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അബ്സോർബ് ചെയ്ത് വലിച്ചെടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് സ്ത്രീകള് മിനറൽസ്, അതായത് എസ്പെഷ്യലി കാൽഷ്യം എന്ന അയേൺസിന്റെ ഒരു സപ്ലിമെന്റേഷനോ എന്തെങ്കിലും 35, നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ആഗിരണം ചെയ്യുന്നതിന് ഒരു പരിമിതികളുണ്ട്. അപ്പൊ 35 വയസ്സ് കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് എടുത്ത് പിന്നെ ഇതിന്റെ ഒരു സപ്ലിമെന്റേഷൻ, ഒരിക്കലും മെഡിസിൻ അല്ല കേട്ടോ, സപ്ലിമെന്റേഷൻ ആണ് നമ്മൾ അത് സ്ത്രീകൾ നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ പിന്നെ കൈവേദന, കാലുവേദന, മുട്ടുവേദന, അവിടെ തേയ്മാനം ഇവിടെ തേയ്മാനം എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് വരും. അതോടൊപ്പം തന്നെ ഒരു മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്തെങ്കിലും ഒരു ബോഡിക്ക് മസിൽ സ്ട്രെങ്തൻ, നമ്മളെ ബോഡിന്റെ ഒരു സ്കെലിറ്റൽ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് മസിലുകളാണ്. അപ്പൊ മസിലിലെ സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു കാർഡിയോ എക്സസൈസ് അല്ലാതെ സ്ട്രെങ്തൻ ചെയ്യുന്ന, നടക്കാൻ പോവാന്ന് പറഞ്ഞാൽ അതൊരു എക്സസൈസ് അല്ല. ശരിക്കും നടത്തെന്ന് പറയുന്നത് ഒരു കാർഡിയോ വാമപ്പ് ആണ്, നമ്മളെ ബോഡി സർക്കുലേഷൻ മറ്റുള്ളത്. പക്ഷേ മസിലുകൾക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും ഒരു സ്ട്രെങ്തനിങ് എക്സസൈസ് നിർബന്ധമായിട്ട് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും കൊടുക്കണം. അതേപോലെ തന്നെ ഒരു കാൽഷ്യം ആൻഡ് അയൺ സപ്ലിമെന്റേഷൻ, അതേപോലെ തന്നെ സിങ്ക്, മഗ്നീഷ്യം, ഇതൊക്കെ ചെറിയ അളവിലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന രീതിയിൽ അത് വയ്ക്കണം. എനിക്ക് തോന്നുന്നു ടൈം ഏകദേശം നമ്മളുടെ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വലിയൊരു ടോപ്പിക്കാണ്. അത് എത്രത്തോളം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും എനിവേ ഈ ഒരു സുപ്രഭാതം എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ നിങ്ങൾക്ക് തരാൻ സാധിച്ചോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വീകരിക്കുന്നതാണ്. കാരണം എനിവേ ഞാനൊരു താങ്ക്സ് എല്ലാവർക്കും, ഇന്ന് ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും കൂടി അറിയിക്കുകയാണ്. Thank you, ma'am. Thank you, മഹിത മാം. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മോർണിംഗ് പ്രോഗ്രാമായ ഡിവിഷന്റെ 299ാമത്തെ ദിവസം വളരെ വ്യത്യസ്തമായൊരു വിഷയവുമായി വന്ന് എല്ലാവർക്കും ഉതകുന്ന അത്രയും നല്ലൊരു വിഷയമായി വന്ന് ഞങ്ങളുടെ പ്രഭാതത്തെ ധന്യമാക്കിയ മഹിത മാഡത്തിന് അതും തന്നെ ഡിവിഷന്റെ സിജിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.
നമ്മുടെ ടെക്നോളജി മാറുന്നതനുസരിച്ച് നമ്മുടെ ആഹാരശീലങ്ങൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോ കുട്ടികളുടെ ആ ഒരു ആഹാരശീലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണെന്ന് തോന്നുന്നു. അവർക്ക് വേണ്ടത് നാവിന് രുചിയുള്ള പോഷകങ്ങളൊന്നും അധികം അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മളും പതുക്കെ പതുക്കെ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മാഡത്തിന്റെ ഈ ഒരു സെഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്രത്തോളം ബാലൻസ്ഡ് ആയി നമ്മുടെ ആഹാരത്തെ, പ്രഭാത ഭക്ഷണം മുതൽ ആഹാരത്തെ കൊണ്ടുപോകാൻ എന്ന്, അതിന് ഒരുപാട് പയറ് ദോശ മുതൽ മാം ഒരുപാട് അരിപ്പൊടിയുടെ കൂടെ റാഗി ഉപയോഗിക്കുക. അതിൽ വളരെ കൗതുകപരമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഫുഡിന്റെ കൂടെ ചായ കുടിക്കുക എന്നുള്ളത്. നമ്മുടെ മലയാളികളുടെ ഒരു പരമ്പരാഗതമായി തുടരുന്ന ഒരു ശീലം എന്ന് തന്നെ പറയാം. രാവിലെ പ്രഭാത ഭക്ഷണത്തിന്റെ കൂടെ ചായ നമുക്ക് നിർബന്ധമാണ്. അപ്പൊ അത് ഇത്രത്തോളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ആരും അത്ര ആലോചിച്ചിട്ടുണ്ടാകില്ല. പിന്നെ മധുരം കുറക്കുക എന്നുള്ളത് ഒരു പേഴ്സണൽ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇപ്പം മധുരം കുറച്ച ചായ കുടിച്ച് ഇപ്പം മധുരം കുറച്ചുകൂടി ചായ കുടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. മധുരം തന്നെ വളരെയധികം കുറഞ്ഞു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോ എന്തായാലും വളരെ വലിയൊരു വിഷയത്തെ ഈ അരമണിക്കൂറിൽ എത്രത്തോളം നന്നായി നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അത്രത്തോളം നന്നായി മാഡം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഡയറക്ടർ നൂസിയ മാഡം, കൂടെയുള്ള സീനത്ത് മാഡം, പിന്നെ തിരശ്ശീലയ്ക്ക് പിന്നുള്ള എൻ്റെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ പുതിയൊരു ടോപ്പിക്കുമായി 300-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് വിടാം. താങ്ക് യു.